എറണാകുളം പൂക്കാട്ടുപടിയിൽ കോളേജ് ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജയ് ഭാരത് കോളേജ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അറക്കപ്പടിയിലാണ് അപകടം നടന്നത്. കോളേജ് ബസ് ഡ്രൈവറുടെ കാൽ ക്യാബിനിൽ കുടുങ്ങിയിരുന്നിരുന്നു. റാംഷാ CP ഇപ്പോൾ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. റാംഷാ, എന്താണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ഡ്രൈവറെ ആശുപത്രിയിലേക്ക് എത്തിച്ചോ? എപ്പോഴായിരുന്നു അപകടം നടന്നത്? എന്താണ് അപകടത്തിന്റെ കാരണം? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ ഒരു 8:30യോടെയായിരുന്നു അപകടം നടന്നത്. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് വാഹനങ്ങളെല്ലാം മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ജയ് ഭാരത് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂരിൽ നിന്ന് ആലുവ ഭാഗത്തു നിന്നും എടപ്പള്ളിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമായാണ് കൂട്ടിയിടിച്ചത്. ഈ കോളേജ് ബസിന്റെ ഡ്രൈവർ ഇവരുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിൽ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലുകൾ രണ്ടും ഈ ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചത്. ഇദ്ദേഹത്തെ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സ്വകാര്യ ബസ്സിലുള്ള യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഈ റോഡിന്റെ ഒരു അവസ്ഥ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് വളരെ ഇടുങ്ങിയ ഒരു റോഡാണ്. 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന വീതി മാത്രമേ ഈ റോഡിനുള്ളൂ. അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരിൽ ചിലരുടെ അഭിപ്രായം എടുക്കാം. ഏത് ബസ്സാണ് അമിത വേഗതയിലായിരുന്നത്? ബസ്സുകൾ അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഇവിടെ ഒരു ബൈക്ക് യാത്രികൻ ഇടയിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചിട്ടുണ്ടാവുക എന്നതാണ് ഇവർ നമ്മളോട് പറയുന്നത്. അമിത വേഗതയൊന്നും ബസ്സിന് ഉണ്ടായിരുന്നില്ല. സ്കൂൾ ബസ് ഡ്രൈവർ അത്യാവശ്യം പ്രായമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കുന്ന ഒരാളാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ റോഡിന് വീതി കുറഞ്ഞത് കാരണം അപകടം സംഭവിക്കുകയായിരുന്നു. പ്രൈവറ്റ് ബസ് ഡ്രൈവർ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത് അദ്ദേഹം വാഹനം ഒതുക്കിയതായിരുന്നു, പക്ഷേ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്. പ്രൈവറ്റ് ബസ് ഡ്രൈവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ അപകടം? ഞാൻ ആ ടേണിങ് തിരിഞ്ഞു വരുന്നു. നമ്മുടെ ടേണിങ് മാളിക്കപ്പടി ടേണിങ് അവിടെ വീതി കുറവുള്ള സ്ഥലമാണ്. അതൊന്നും ഒപ്പില്ല. നമ്മൾ കടന്നു വരുന്നു. ഇവിടുന്ന് സ്കൂൾ ബസ് വരുമായിരുന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് പുള്ളി ഉറങ്ങിപ്പോയതാണെന്നാണ് എൻ്റെ അനുമാനം. പുള്ളി നേരെ വന്ന് നമ്മൾ പുള്ളി വന്ന കണ്ടിട്ട് ഞാൻ ചവിട്ടി നിർത്തിയ വണ്ടിമേക്ക് ഒന്ന് ഇടിക്കായിരുന്നു ഡയറക്റ്റ്. ചേട്ടന് പരിക്കുകളുണ്ടോ? ചെറിയ പരിക്കുകളുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. യാത്രക്കാർക്ക് 2 പേർക്ക് പരിക്കുള്ളത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ. ഗുരുതര പരിക്കുകളൊന്നും നിങ്ങളുടെ ബസ്സിലുള്ള? ചെറിയ സ്ക്രാച്ചുകളും ഇതൊക്കെ. സ്കൂൾ ബസ്സിലെ ഡ്രൈവർക്കും വിദ്യാർത്ഥികൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഗുരുതരമല്ല, ആ ലോക്കായതിന്റെ ഇടയിൽ പെട്ടതിന്റെ ഒരു ചെറിയ പരിക്ക്. ഇതാണ് അരുൺകുമാർ, സ്വകാര്യ ബസിന്റെ ഡ്രൈവർ പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരും നമുക്കൊപ്പമുണ്ട്. ഇവർ പറയുന്നത് ഇവിടുത്തെ ഈ റോഡിന്റെ ഒരു വീതി കുറവാണ് എന്ന പ്രശ്നമാണ്. അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. ചേട്ടാ, ഇവിടെ റാംഷാ CP ആണ് ഇപ്പോൾ സ്ഥലത്ത് നിന്നുള്ളത്. പൂക്കാട്ടുപടിയിലാണ് അപകടമുണ്ടായത്. അവിടെ പൊതുവേ റോഡിന് വീതി കുറവാണ്. വേറൊരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടിയൊക്കെ ഒളിച്ചുകൊണ്ട് പോകുക. കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും. എന്നാലും ഒരു ബൈക്ക് യാത്രികൻ വന്നപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് വെട്ടിച്ചതാണ് ഈ അപകടമുണ്ടായത് എന്നാണ് റാംഷാ CP ഇപ്പോൾ സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.